അപ്പോൾ നമ്മൾ ഇനി ഫ്രിക്ഷനിലേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ ഫ്രിക്ഷൻ എങ്ങനെയാണ്, അപ്പോൾ അടുത്ത മോഡ്യൂളിലാണ് നമ്മൾ ഫ്രിക്ഷൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ നോക്കുക. അതായത് ഒരു ബോഡി മൂവ് ചെയ്യുന്നൊരു ബോഡി, അല്ലെങ്കിൽ ആ ഒരു ബോഡി മൂവ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു, ഒരു സർഫസുമായിട്ട് കോൺടാക്റ്റ് ഇരിക്കുന്ന ഒരു ബോഡിയാണത്. എന്ന് പറഞ്ഞാൽ രണ്ട് ബോഡീസ് തമ്മിൽ ഇപ്പോൾ കോൺടാക്റ്റ് ഇരിക്കുക, അല്ലെങ്കിൽ ഒരു സർഫസിന് മണ്ടയ്ക്ക് വേറൊരു ബോഡി ഇരിക്കുക എന്ന് നോക്കുക. ഇപ്പോൾ ഇതൊരു സർഫസാണ്, ഈ സർഫസിൻ്റെ മണ്ടയ്ക്ക് എന്ത് ചെയ്യുന്നു, വേറൊരു ബോഡി ഇവിടെ എങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഈ ബോഡി എന്ന് പറയുന്നത് ഈ സർഫസിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുന്ന ഈ ബോഡി എന്ത് ചെയ്യുന്നു, ഈ സർഫസിൽ കൂടെ മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്ക് ഈ ബോഡിയിലേക്ക്, സപ്പോസ് ഈ ബോഡിയിലേക്ക് ഏതെങ്കിലും ഒരു ഫോഴ്സ് കൊടുക്കുമ്പോഴായിരിക്കുമല്ലോ ഇത് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നു, പി എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഇവിടെ എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. പി എന്ന് പറയുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കാണ് ഈ ബോഡി എന്ത് ചെയ്യുന്നത്, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഈ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങുന്ന ബോഡി, അല്ലെങ്കിൽ എ ബോഡി വിച്ച് ടെൻസ് ടു മൂവ് ഓർ എ ബോഡി വിച്ച് മൂവ്സ്, ആ മൂവ് ചെയ്യുന്ന ബോഡി അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ തുടങ്ങുന്ന ബോഡിക്ക് ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ഈ ബോഡിയുടെ സർഫസ് ഓഫ് കോണ്ടാക്റ്റിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അതായത് ദ ഫോഴ്സ് ഡെവലപ്ഡ് at the surface of contact between two bodies when the body moves or tends to move in a particular direction. അപ്പോൾ ആ ഡയറക്ഷൻ ഓപ്പോസിറ്റ്, അതായത് സപ്പോസ് നമ്മളിപ്പോൾ പി എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണ് ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ ആ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും അവിടുത്തെ എന്ത് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. എഫ് എന്ന് പറയുന്നത് ഇവിടുത്തെ എന്ത് ഫോഴ്സാണ്, ഇറ്റ് ഈസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ്. എഫ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എന്ത് ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇപ്പോൾ ഇങ്ങനെ ആക്ച്വലി ഞാൻ ഈ പറഞ്ഞ സാധനം നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന സാധനമാണ്. അപ്പം ഈ ഫ്രിക്ഷണൽ ഫോഴ്സിന് കുറേ എന്തുണ്ട്, പ്രത്യേകതകളുണ്ട്. അപ്പം ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഫോഴ്സിൻ്റെ മെയിൻ കോസ് എന്ന് പറയുന്നത് സർഫസിൻ്റെ റഫ്നെസ് തന്നെയാണ്. അപ്പം സർഫസ് എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ്ലി സ്മൂത്ത് ആയിട്ടുള്ളൊരു സർഫസ് ആണ് നമ്മളൊരു ഐഡിയൽ സർഫസ് നമ്മൾ ഐഡിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നില്ല, ഇറ്റ് ഈസ് ഈക്വൽ ടു 0. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു എത്രയെന്നാണ്, 0 എന്നുള്ളതാണ്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നതിന് വേറൊരു പ്രധാനപ്പെട്ടൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന എന്താണ് ഫോഴ്സിനനുസരിച്ച്, അതായത് അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത് പി അല്ലേ, ഈ ബോഡീനെ മൂവ് ചെയ്യിക്കുന്നതിന് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്ത് പോകുന്നത് പറഞ്ഞാൽ പി ആണ്. ഈ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനനുസരിച്ച് സെൽഫ് അഡ്ജസ്റ്റിംഗ് ആണ് നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് അപ് ടു എ പെർട്ടിക്കുലർ ലിമിറ്റ്. അതൊരു പോയിൻ്റാണ്. ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഫോഴ്സ് സെൽഫ് അഡ്ജസ്റ്റിംഗ് ആണ്. അത് പി എന്ന് പറയുന്നത് ഇപ്പോൾ സപ്പോസ് 1 ന്യൂട്ടൺ അപ്ലൈ ചെയ്തു, അപ്പോൾ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ എന്തായിരിക്കും, 1 ന്യൂട്ടൺ ആയിരിക്കും, ബോഡി മൂവ് ചെയ്യണമെന്നില്ല. ഇനി ഇവിടെ എന്ത് ചെയ്തു, 2 ന്യൂട്ടൺ അപ്ലൈ ചെയ്തു, ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്രയാവും, 2 ന്യൂട്ടൺ ആവും. ഇതെന്ന് പറയുന്നത് 3 ന്യൂട്ടൺ അപ്ലൈ ചെയ്തു, ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാവും, 3 ന്യൂട്ടൺ ആവും. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനനുസരിച്ച് അതിന് ഫ്രിക്ഷണൽ ഫോഴ്സും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ബട്ട് അപ് ടു എ പെർട്ടിക്കുലർ ലിമിറ്റ്, ഒരു ലിമിറ്റ് വരെ ഇൻക്രീസ് ചെയ്യത്തുള്ളൂ. ഇതിപ്പോൾ 4 ന്യൂട്ടൺ ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തായിട്ട് തന്നെ റിമെയിൻ ചെയ്യും, 3 ന്യൂട്ടൺ ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യും. ഇതിനിപ്പോൾ 5 ന്യൂട്ടൺ ആക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ത് ചെയ്യും, പിന്നെ കൂടത്തില്ല, പിന്നെ എപ്പോഴും എന്ത് തന്നെയായിരിക്കും, 3 ന്യൂട്ടൺ ആയിട്ട് തന്നെ എന്ത് ചെയ്യും, റിമെയിൻ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഫോഴ്സ്, അപ്ലൈഡ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്ത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ എത്തുമല്ലോ. അപ്പോൾ ഈ വാല്യൂവിനെ നമ്മൾ എന്തെന്ന് പറയുന്നറിയോ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് വിളിക്കും. ഇറ്റ് ഈസ് നോൺ ആസ് ദി ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സിനെ ആ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വാല്യൂ. അപ്പോൾ ദ മാക്സിമം വാല്യൂ ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് നോൺ ആസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, which is the frictional force when motion is impending. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈക്വൽ ഓപ്പോസിറ്റ് ഫോഴ്സ് വന്നു, നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വന്നു. ആ ഒരു സമയത്ത് ബോഡിക്ക് എന്താ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല, മോഷൻ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പിന്നെ ഇതിൻ്റെ സർഫസിൻ്റെ ഇത് ബാക്കി കാര്യങ്ങളെ ഇത് സ്വാധീനിക്കും. ഇത് മാത്രമല്ല, ബോഡിയുടെ മോഷനെ സ്വാധീനിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഈ അപ്ലൈഡ് ഫോഴ്സിൻ്റെ കാര്യം വെച്ച് നമുക്കത് പറയാനും പറ്റത്തില്ല. പക്ഷേ നമുക്കിങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാം, ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആയിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്തായാലും മൂവ് ചെയ്യിച്ചിരിക്കും, നമ്മുടെ ഈ ബോഡീനെ എന്തായാലും മൂവ് ചെയ്യിച്ചിരിക്കും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ദ മാക്സിമം വാല്യൂ ഓഫ്, അപ്പം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയേണ്ടത് വെൻ ദ ഫോഴ്സ് ടെൻഡിങ് ദ മോഷൻ ഇൻക്രീസസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻക്രീസസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്രിക്ഷനിൽ പറയേണ്ടത്, നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ കോണ്ടാക്ട് സർഫസിലാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, അത് ബോഡി മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഫ്രിക്ഷണൽ ഫോഴ്സിൽ നമ്മൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പറയുന്നത് വെൻ
the force tending the motion, ആ മോഷന് കാരണമായ ഫോഴ്സ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസസ്, അതെന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ആ സമയത്ത് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ത് ചെയ്യപ്പെടും, ഇൻക്രീസ് ചെയ്യും. ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻക്രീസസ്. അപ്പം ആ ഫ്രിക്ഷണൽ ഫോഴ്സിന് ഒരു സെൽഫ് അഡ്ജസ്റ്റിംഗ് എന്തുകൊണ്ട് നേച്ചറുണ്ട്. പക്ഷെ അത് ഒരു പർട്ടിക്കുലർ ലിമിറ്റ് വരെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇൻക്രീസ് ചെയ്യത്തുള്ളൂ. ബട്ട് അപ്പോൾ നമ്മൾ എന്ത് പറയണം, ബട്ട് ദെയർ ഈസ് എ ലിമിറ്റ്, അവിടെ എന്തുണ്ട്, ഒരു ലിമിറ്റ് ഉണ്ട്, ബിയോണ്ട് വിച്ച് എന്ത്, അതിന് അപ്പുറത്തേക്ക് എന്ത് ഇൻക്രീസ് ചെയ്യത്തില്ല, ആ ഫ്രിക്ഷൻ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യത്തില്ല. ദ മാഗ്നറ്റ്യൂഡ് ഓഫ്, ബിയോണ്ട് വിച്ച് ദ മാഗ്നറ്റ്യൂഡ് ഓഫ് എന്താണ്, ദിസ് ഫ്രിക്ഷണൽ ഫോഴ്സ്, മാഗ്നറ്റ്യൂഡ് ഓഫ് ദിസ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണ്, മാഗ്നറ്റ്യൂഡ് ഓഫ് ദിസ് ഫ്രിക്ഷണൽ ഫോഴ്സ് cannot be increased, cannot be increased. ആ ഒരു പർട്ടിക്കുലർ വാല്യൂവിന് അപ്പുറത്തേക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യില്ല, പറ്റില്ല. ദിസ് മാക്സിമം വാല്യൂ, അപ്പോൾ ദിസ് മാക്സിമം വാല്യൂ ഓഫ് എന്താണ്, ഫ്രിക്ഷണൽ ഫോഴ്സ്, അതായത് ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഈ മാക്സിമം വാല്യൂ, ദിസ് മാക്സിമം വാല്യൂ ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് നോൺ ആസ്, ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈസ് നോൺ ആസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അതിനെ നമ്മൾ എന്തെന്ന് പറയും, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയും. വിച്ച് ഈസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാവാം, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എത്തിയെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, വിച്ച് ഈസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് വെൻ മോഷൻ ഈസ് ഇംപെൻഡിങ്. അപ്പം ഫ്രിക്ഷണൽ ഫോഴ്സ്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും അവിടെ എന്ത് നടക്കും, മോഷണം. അതായത് ഇവിടെ മോഷൻ നടക്കും, മോഷണമല്ല മോഷൻ നടക്കും. അപ്പം ഇവിടെ നമ്മൾ ഒരു ഫോഴ്സ് 3 ന്യൂട്ടൺ, അതിനെക്കാട്ടി വലിയ ഫോഴ്സ് ഇവിടെ അപ്ലൈ ആണെങ്കിൽ ദ ബോഡി വിൽ ബി മൂവിങ് എന്ന് പറയുന്നത് നമുക്ക് പറയാനായിട്ട് പറ്റും. അത് മാത്രമല്ല പല കാര്യങ്ങളും അതിനെ സ്വാധീനിക്കുമെങ്കിൽ കൂടിയും, ഈവൻ ദ സ്ലോപ്പ് ഓഫ് ദി സർഫസ്, അപ്പോൾ അതിൻ്റെ പൊസിഷനും, ജിയോമെട്രിക് പൊസിഷനും, അതിൻ്റെ ഗ്രാവിറ്റി ഫോഴ്സ്, അതിൻ്റെ വെയിറ്റും, അതൊക്കെ അതിനെ സ്വാധീനിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫ്രിക്ഷനെ കുറിച്ച് പറഞ്ഞു നിർത്തിയെങ്കിൽ ഇനി നമ്മൾ പറയാൻ പോകുന്നത് കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്ന സാധനം എന്താണെന്നുള്ളതാണ്. അപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ? അടുത്ത് എന്താണ് കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ നമ്മൾ മ്യൂ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും കേൾക്കുന്ന ഒരു സാധനമാണ് അല്ലേ. അപ്പോൾ ഈ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മ്യൂ എന്ന് പറയുന്ന ലെറ്റർ ഇട്ടിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും. അപ്പോൾ ഈ മ്യൂ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലാസ് ഓഫ് ഫ്രിക്ഷൻ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും പറയുന്നതാണ്. എന്നാൽ ഇപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴും ഫ്രിക്ഷണൽ ഫോഴ്സ് അടയാളപ്പെടുത്തണമെങ്കിൽ 2 സർഫസസ് തമ്മിൽ കോൺടാക്റ്റിൽ വരണം. ഈ സർഫസ് കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് ഫോഴ്സ് ഉള്ളൂ, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളൂ. ആ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് എപ്പോഴും ആ എന്തുണ്ടാവും, 2 സർഫസസ് എന്ന് പറയുന്ന എന്താണ് കോൺടാക്റ്റ് വരുന്നുണ്ടെങ്കിൽ ദർ വിൽ ബി എ റിയാക്ഷൻ. അപ്പോൾ നമ്മൾ ഈ ഒരു ബോഡിയാണ് കൺസിഡർ ചെയ്യുമെങ്കിൽ ആ ബോഡിയിലേക്കുള്ള റിയാക്ഷനാണ് ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ റിയാക്ഷൻ ഫോഴ്സിനെ ഞാൻ എന്തെന്ന് റെപ്രസെൻറ്റ് ചെയ്തു, ആർ എന്ന് പറയുന്ന ആർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തു, അല്ലെങ്കിൽ RN നോർമൽ റിയാക്ഷൻ ആയതുകൊണ്ട് RN എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്തു, പെർപെൻഡിക്കുലർ റിയാക്ഷൻ, സർഫസിന് പെർപെൻഡിക്കുലർ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ. അപ്പോൾ ഇവിടെ ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് F ആണ്. അതായത് Fനെ നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് 3 ന്യൂട്ടനാണ് നോക്കുക. ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ F ഈസ് പ്രൊപ്പോർഷണൽ ടു ദ നോർമൽ റിയാക്ഷൻ. ഈ F എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും, ഈ നോർമൽ റിയാക്ഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നോർമൽ റിയാക്ഷൻ 10 ന്യൂട്ടൺ ആണെങ്കിൽ അതിനനുസരിച്ച് ഇപ്പോൾ F എന്ന് പറയുന്നത് 3 ന്യൂട്ടൺ ആണെന്ന് നോക്കുക. നോർമൽ റിയാക്ഷൻ അപ്പോൾ 20 ന്യൂട്ടൺ ആണെങ്കിൽ അവിടുത്തെ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് അതിനനുസരിച്ച് ഇൻക്രീസ് ആവും. അപ്പം ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നോർമൽ റിയാക്ഷൻ. വെൻ എവർ ദ നോർമൽ റിയാക്ഷൻ ഈസ് ഇൻക്രീസ്ഡ് ദെൻ ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, ദ വാല്യൂ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ വിൽ ബി ഹയർ. അപ്പം നമ്മൾ എന്ത് പറയാൻ പറ്റും, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ നമുക്ക് പറയാം, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്താണ്, F ഈസ് പ്രൊപ്പോർഷണൽ to the normal reaction RN പ്രൊപ്പോർഷണൽ ആണ്. ദാറ്റ് ഈസ് F ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമുക്ക് എന്തെന്ന് പറയാം,
ആർ എൻ എന്ന് പറഞ്ഞു വെക്കാനായിട്ട് പറ്റും. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റുന്നതിന് വേണ്ടി എഫ് ഈസ് ഈക്വൽ ടു നമ്മൾ കൊടുക്കുന്ന കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മ്യൂ കണ്ടുപിടിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം, മ്യൂ ഈസ് ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ നമുക്ക് എന്തെന്ന് കൊടുക്കാം ആർ എൻ. മ്യൂ എന്ന് ആറിന് താഴെ വരുന്നു. മ്യൂ ഈസ് നോൺ ആസ് എ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ അറ്റ് ദ കോൺടാക്ട് സർഫസ്. ഈ കോൺടാക്ട് സർഫസിലുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ് നമ്മൾ എന്ന് പറഞ്ഞു, മ്യൂ എന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എപ്പോഴും തിയറി ചോദിക്കാൻ പറ്റുന്ന സാധനമാണ് ലോസ് ഓഫ് ഫ്രിക്ഷൻ. അതായത് ഫ്രിക്ഷൻ്റെ എന്താണ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ലോസ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സാധനമാണ്. ലോസ് ഓഫ് ഫ്രിക്ഷനിൽ ഒന്നാമത്തെ ലോ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ സാധനം, ഇത് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആൾവേസ് ആക്ട് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ബോഡി മൂവ്സ് ഓർ ടെൻസ് ടു മൂവ്. അപ്പോൾ ഫോഴ്സ് ഓഫ് ഡയറക്ഷൻ ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് നമ്മളെ ഫസ്റ്റ് എന്താണ് ഈ ലോസ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫ്രിക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന റിലേഷൻ അല്ലെങ്കിൽ ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ലോസ് ഓഫ് ഫ്രിക്ഷനായിട്ട് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആണ്. ആ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ അപ്ലൈഡ് അല്ലെങ്കിൽ ബോഡി മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. അത് ആക്ട് ചെയ്യുന്നത് കോൺടാക്ട് സർഫസിലായിരിക്കും. അത് ഇങ്ങനെ പറയാൻ പറ്റും, ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ always acts in a direction. അത് ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്? ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദി ഡയറക്ഷൻ ഇൻ വിച്ച് ദ ബോഡി moves or tends to move. ഒരു ബോഡി മൂവ് ചെയ്യുന്ന ഡയറക്ഷനിൽ അല്ലെങ്കിൽ ആ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ഡയറക്ഷൻ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ അറിയേണ്ട ഡയറക്ഷൻ അനുസരിച്ചാണ്. ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, ഓപ്പോസിറ്റ് ആണ് എന്നുള്ളതാണ് ലോസ് ഓഫ് ഫ്രിക്ഷനിലെ ആദ്യത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ലിമിറ്റിംഗ് വാല്യൂ എത്തുന്നത് വരെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു ദ ഫോഴ്സ് വിച്ച് ടെൻസ് ടു മൂവ് ദ ബോഡി എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് വാല്യൂ നമ്മളിപ്പോൾ കണ്ടില്ലേ, ലിമിറ്റിംഗ് വാല്യൂ 3 എത്തുന്നത് വരെ എന്താണ് നമ്മുടെ അപ്ലൈഡ് ഫോഴ്സിന് എന്തായിട്ട് ആയിരിക്കും ഈ ഫോഴ്സിന് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് ഫോഴ്സിന് ഈക്വൽ ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്കതിന് രണ്ടാമത്തെ പറയാൻ പറ്റും, ടിൽ ദ ലിമിറ്റിംഗ് വാല്യൂ ഈസ് റീച്ച്ഡ് എന്ത് സംഭവിക്കും, the magnitude of friction is equal to the force which tends to move the body. അപ്പം ആ ബോഡി മൂവ് ചെയ്യുന്നതിന് എന്താണ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു ദ ഫോഴ്സ് വിച്ച് ടെൻസ് ടു മൂവ് ദ ബോഡി. ആ ബോഡി മൂവ് ചെയ്യിക്കുന്നതിന് കാരണമായ എന്താണ് ഫോഴ്സിന് ഈക്വലായിട്ട് മാറും ലിമിറ്റിംഗ് വാല്യൂ എത്തുന്നവരെ. അപ്പോൾ ലിമിറ്റിംഗ് വാല്യൂ എത്തുന്നവരെ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആലോചിക്കണം. ടിൽ ദ ലിമിറ്റിംഗ് വാല്യൂസ് റീച്ച്ഡ് ആ ഫ്രിക്ഷൻ ഫോഴ്സ് അപ്ലൈഡ് ഫോഴ്സിന് ഈക്വലാണ്. സിംപ്ലി അത്രേ ഉള്ളൂ. ഇനി അടുത്തത് നമ്മൾ ഈ പറഞ്ഞ സാധനമാണ് ഈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ബിയേഴ്സ് എ കോൺസ്റ്റൻറ്റ് റേഷ്യോ. അതായത് എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് റേഷ്യോ മ്യൂ ഈസ് ഈക്വൽ ടു എഫ് ബൈ ആർ എൻ ആണ്. എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് എഫ് കൂടും. അപ്പോൾ അതൊരു കോൺസ്റ്റൻറ്റ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ നമ്മൾ പറയേണ്ടത് അത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ബിയേഴ്സ് എ കോൺസ്റ്റൻറ്റ് റേഷ്യോ ടു ദ നോർമൽ റിയാക്ഷൻ. അപ്പോൾ ഈ നോർമൽ റിയാക്ഷൻ അനുസരിച്ച് ലിമിറ്റിംഗ് വാല്യൂ ഒരു കോൺസ്റ്റൻറ്റ് റേഷ്യോ ബിയർ ചെയ്യും. അപ്പം രണ്ട് സർഫസിന് ഇടയ്ക്ക്. അപ്പോൾ അതിനെ നമ്മൾ മ്യൂ എന്ന് പറയുന്നു, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ്റെ കാര്യം. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, മൂന്നാമത്തേതെന്ന് പറഞ്ഞത് മ്യൂവിനെ കുറിച്ചാണ്. അതായത് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ bears a constant ratio to the normal reaction between the two contact surfaces.
അപ്പം ആ രണ്ട് സർഫസിന് ഇടയ്ക്കോ ഉള്ള നോർമൽ റിയാക്ഷനും ലിമിറ്റിംഗ് വാല്യൂവും തമ്മിൽ ഒരു കോൺസ്റ്റൻറ്റ് റേഷ്യോ ബിയർ ചെയ്യും. ദാറ്റ് ഈസ് നോൺ ആസ് ദ കോഎഫിഷ്യൻറ്റ് ഓഫ് ഫ്രിക്ഷൻ. ആൻഡ് ദ ഫോർത്ത് വൺ, നാലാമത്തത്, ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റഫ്നെസ് ഓഫ് ദ സർഫസ്. സർഫസിൻ്റെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? സർഫസ് റഫ്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ depends upon the roughness of the surface in contact. The fifth one, the force of friction is independent of the area of contact. ഇതിൻ്റെ ഏരിയ എത്ര ഏരിയ, ഇപ്പോൾ സർഫസ് തമ്മിൽ എത്ര ഏരിയയിലാണ് കോൺടാക്റ്റിലിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സർഫസിൽ ഇത് ഇത്ര കോൺടാക്റ്റ് ഇരിക്കുന്നു, ഇത് കോൺടാക്റ്റ് ഇരിക്കുന്നു. അപ്പം ഇത് ഇപ്പോൾ ഈ ഒരു ഇത് ഞാൻ മുറിച്ച് വെച്ചു നോക്കാം. അപ്പം ഏരിയ രണ്ടും വ്യത്യാസമായിരിക്കും, സർഫസ് ഏരിയ വ്യത്യാസമായിരിക്കും. ഇതിനെ രണ്ടാക്കി വെച്ച് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ സർഫസ് ഏരിയ വ്യത്യാസം, പക്ഷേ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ ഓഫ് കോൺടാക്ട് ബിറ്റ്വീൻ ദ ടു സർഫസ്. എഫ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ ഓഫ് എന്താണ് കോൺടാക്റ്റ്. അപ്പോൾ ഏരിയ ഓഫ് കോൺടാക്ട് ബിറ്റ്വീൻ ടു സർഫസിന് അതെന്താണ് ഇൻഡിപെൻഡൻ്റ് ആണ്. ആൻഡ് ദ സിക്സ്ത് പോയിന്റ്, ഫോർ ലോ വെലോസിറ്റീസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എന്താണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി. ബട്ട് ജനറലി ദ ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറയുന്ന സാധനം അവിടെ ഉണ്ടാവും. ആൻഡ് ഇറ്റ് ഈസ് ലെസ് ആസ് കമ്പയർഡ് ടു ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അതായത് നമ്മളിപ്പം ഹൈ വെലോസിറ്റിയിലൊക്കെ പോകുമ്പം ഇപ്പോൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ 3 ന്യൂട്ടൺ വരെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് 2 ന്യൂട്ടൺ വരെ ആവത്തുള്ളൂ. ഹൈ വെലോസിറ്റിയാണ് ഈ ബോഡി മൂവ് ചെയ്യുന്നതെങ്കിൽ. ചിലപ്പോൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ വളരെ ലോ വെലോസിറ്റിയിലാണെങ്കിൽ മാത്രമേ ഒരു ചെറിയൊരു ഇൻക്രീസും കൂടെ അവിടെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ സംഭവിക്കത്തുള്ളൂ. അപ്പോൾ ലോ വെലോസിറ്റിയിൽ എന്താണ്, ഫോർ ലോ വെലോസിറ്റീസ്, ലാസ്റ്റ് വൺ, ഫോർ ലോ velocities the frictional force is എന്താണ് independent of magnitude of velocity. പക്ഷേ ഹൈ വെലോസിറ്റിയിൽ നമ്മൾ അതിൻ്റെ ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറയും. അപ്പം ബട്ട് ജനറലി ദ ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. വെലോസിറ്റി കൂടുമ്പോഴത്തേക്ക് ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ്റെ വാല്യൂവിനെക്കാട്ടി കുറവായിരിക്കും അവിടുത്തെ ഡൈനാമിക് ഫ്രിക്ഷൻ വാല്യൂ എന്ന് പറയുന്നത്. ജനറലി നമുക്ക് എന്ത് പറയാൻ പറ്റും, ഡൈനാമിക് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ ഇത്രയാണ് നമുക്കിവിടെ ലോസ് ഓഫ് ഫ്രിക്ഷൻ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാനായിട്ടുള്ളത്, പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളവിടെ എന്ത് ചെയ്ത് വെക്കുക, ഓർത്ത് വെക്കാം. ഇനി അടുത്ത സാധനം നമ്മൾ പ്രധാനമായിട്ടും, അപ്പം രണ്ട് കാര്യങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്തായി കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനെ കുറിച്ച് പറഞ്ഞു, ഇനി ലാസ് ഓഫ് ഫ്രിക്ഷനെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് വാട്ട് ഈസ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. അപ്പോൾ നിങ്ങൾ വലിയ ക്ലാസ്സിൽ അല്ലെങ്കിൽ വലിയ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ സംഭവങ്ങളൊന്നും മറന്നു പോകരുത്. ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ അവിടെ ഉണ്ടാവും. നിങ്ങൾ മെക്കാനിക്സ് ഇതിൻ്റെ സംഭവമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഫൈ ആണ് ആ ലെറ്റർ ഉപയോഗിക്കുന്നത് ആംഗിൾ ഓഫ് ഫ്രിക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, നമുക്കിവിടെ ഒരു സർഫസ് ഉണ്ട്. ഇതാണ് നമ്മുടെ സർഫസ് ഓഫ് കോൺടാക്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങോട്ടേക്കാണ് നമുക്ക് പി എന്ന് പറയുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്ത് നോക്കുക. അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് ആക്ട് ചെയ്യുന്നത്. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ആർ എൻ ആണ്. ഇതിന് രണ്ടിനും കൂടെ ഒരു റിസൾട്ടൻറ്റ് ഫോഴ്സ് ഉണ്ടാകത്തില്ലേ? ഫസ്റ്റ് മോഡ്യൂളിൽ നമുക്ക് റിസൾട്ടൻറ്റ് കണ്ടുപിടിച്ചൂടെ? അപ്പോൾ അമ്മാതിരി നമുക്ക് ഇതിന് രണ്ട് ഫോഴ്സിനും കൂടെ അവിടെ എന്ത് പറഞ്ഞു, ഒരു റിസൾട്ടൻറ്റ് ഫോഴ്സ് ഞാൻ പറഞ്ഞു. ആ റിസൾട്ടൻറ്റ് ഫോഴ്സിനെ ഞാൻ എന്തെന്ന് കൊടുത്തു, ആർ എന്ന് കൊടുത്തു. ആ റിസൾട്ടൻറ്റ് ഫോഴ്സ് നമ്മൾ നോർമൽ റിയാക്ഷനുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ഒരു ആംഗിളിനെയാണ് ഞാൻ എന്തെന്ന് വിളിക്കുന്നത്, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ അഥവാ ഫൈ എന്ന് വിളിക്കുന്നത്. അപ്പം ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഫൈ എന്ന് പറയുന്നത് നമുക്ക് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വേണമെങ്കിൽ ആക്കാം. അപ്പോൾ ഈ ആർ എൻ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു വെർട്ടിക്കൽ റിയാക്ഷനാണിത്. ആർ എൻ എന്ന് പറഞ്ഞ വെർട്ടിക്കൽ റിയാക്ഷനാണ്, ഇത് എഫ് ആണ്. അപ്പോൾ ഈ എഫിൻ്റെയും ആർ എൻ്റെയും കൂടെ റിസൾട്ടൻ്റ് ആണ് നമ്മുടെ ഈ ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് പറയുന്നത്. അപ്പം അത് ആ ക്യാപിറ്റൽ ആറും നമ്മുടെ ആറിൻ്റെ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ഫൈ. അതായത് റിസൾട്ടൻ്റ് ഓഫ് എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആൻഡ് നോർമൽ റിയാക്ഷൻ എന്തുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, നോർമൽ റിയാക്ഷനുമായിട്ട് മേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഇറ്റ്സ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ നോർമൽ റിയാക്ഷൻ അറ്റ് ദ
കോണ്ടാക്ട് സർഫസ്, ആ നോർമൽ റിയാക്ഷൻ കോണ്ടാക്ട് സർഫസിനുണ്ട്, ആൻഡ് ദ റിസൾട്ടൻറ്റ് ഓഫ് നോർമൽ റിയാക്ഷൻ ആൻഡ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ നോർമൽ റിയാക്ഷൻ ആൻഡ് ആർ. ഈ ആർ എന്ന് പറഞ്ഞ സാധനം എന്താണ്? റിസൾട്ടൻറ്റ് ഓഫ് നോർമൽ റിയാക്ഷൻ ആൻഡ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ആർ എന്ന് പറഞ്ഞാൽ എന്താ? റിസൾട്ടൻറ്റ് ഓഫ് നോർമൽ റിയാക്ഷൻ ആൻഡ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അപ്പം ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ നോർമൽ റിയാക്ഷൻ ആൻഡ് ദ റിസൾട്ടൻറ്റ് ഓഫ് നോർമൽ റിയാക്ഷൻ ആൻഡ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഇറ്റ് ഈസ് നോൺ ആസ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയാലോ. അപ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ? ഇറ്റ് ഈസ് ദി ആംഗിൾ between the normal reaction at the contact surface and the resultant of normal reaction and limiting friction. It is denoted by phi. അപ്പോൾ നമ്മൾ phi ഇട്ട് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൽ tan phi കണ്ടുപിടിച്ച് നോക്കിയേ. tan phi ഈക്വൽസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് ഫൈക്ക് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എഫ് അല്ലേ? ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ആർ എൻ അല്ലേ? ആണല്ലോ. ഇത് റൈറ്റ് ആംഗിൾ ആയതുകൊണ്ട് ഇത് ഹൈപ്പോട്ടന്യൂസ് ആവും. അപ്പോൾ ഇത് ഓപ്പോസിറ്റ് സൈഡും ഇത് അഡ്ജസൻറ്റ് സൈഡും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എഫിന് വരെ നമുക്ക് എന്തറിയാം? ബട്ട് എഫ് ഈസ് ഈക്വൽ ടു ഫ്രം ലോസ് ഓഫ് ഫ്രിക്ഷൻ എഫ് ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ആർ എൻ. അപ്പോൾ അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ tan phi ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? മ്യൂ ഇൻറ്റു ആർ എൻ ഡിവൈഡ് ബൈ ആർ എൻ. അപ്പോൾ നമ്മൾ ഇത് പല സ്ഥലത്തും ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കും. നിങ്ങൾ tan phi ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും? മ്യൂ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഫോർ ഫൈൻഡിങ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. ഇഫ് യു ഹാവ് ദ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, ടേക്ക് tan ഓഫ് ദാറ്റ് ആംഗിൾ. ആംഗിളിൻ്റെ tan എടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് എന്താണ്? കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. സോ ഇഫ് വി ഹാവ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ then we can find the value of angle of friction by taking the tan inverse. tan inverse of mu എന്ന് നമുക്ക് എഴുതാമല്ലോ. phi is equal to tan inverse of mu അങ്ങനെ എഴുതാം. അപ്പോൾ ഈ ഒരു സാധനം എന്ത് ചെയ്തിരിക്കുക? ഓർത്തിരിക്കുക. അപ്പോൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ കഴിഞ്ഞു. ദെൻ വാട്ട് ഈസ് ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്ന സാധനം. ദ നെക്സ്റ്റ് വൺ ആംഗിൾ ഓഫ് റിപ്പോസ് ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ യൂസിങ് ദ ലെറ്റർ ആൽഫ. ആൽഫ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഈ ആൽഫ എന്ന് പറയുന്ന സാധനത്തിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? അപ്പോൾ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു ഫ്രിക്ഷൻ ഉള്ള സാധനത്തിനെ നമ്മളൊരു പർട്ടിക്കുലർ ഇൻക്ലൈൻഡ് സർഫസിൽ നമ്മൾ പ്ലേസ് ചെയ്യാണ് എന്ന് വെക്കുക. അപ്പോൾ ഇൻക്ലൈൻഡ് സർഫസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഇൻക്ലിനേഷൻ, ഒരു പർട്ടിക്കുലർ ഇൻക്ലിനേഷൻ ഇവിടെ ഉണ്ട്. അപ്പം ഈ ഒരു സർഫസിന് ഒരു ഇൻക്ലിനേഷൻ കാണുമല്ലോ. അപ്പോൾ ഈ സർഫസിന് ഇൻക്ലിനേഷൻ വെച്ചിട്ട് ഞാനിവിടെ ഒരു ബോഡി ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡിയും ഈ സർഫസും തമ്മിൽ എന്തുണ്ട്? ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ബോഡിയും ഈ സർഫസും തമ്മിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ബോഡിക്ക് ഒരു വെയിറ്റ് ഉണ്ട്. ആ ബോഡിയും ഈ സർഫസും തമ്മിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പം ഈ ബോഡിയിലേക്ക് ഒരു വെയിറ്റ് മാത്രം നമ്മളിപ്പോൾ ബോഡിയുടെ വെയിറ്റ് മാത്രം നമ്മളിവിടെ കൺസിഡർ ചെയ്ത് നോക്കുക. W എന്ന് പറയുന്ന ഒരു വെയിറ്റ് മാത്രമുണ്ട് ആ ബോഡിക്ക്. അപ്പോൾ നമ്മൾ ഈ ബോഡി താഴേക്ക് മൂവ് ചെയ്ത് വരാതിരിക്കുന്ന ഒരു മാക്സിമം ആംഗിൾ ഉണ്ടല്ലോ. നമ്മൾ ഈ ഇൻക്ലിനേഷൻ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിങ്ങനെ ഒരു സാധനം എടുത്ത് വെച്ച് ഇൻക്ലിനേഷൻ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നാൽ കുറേ കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇത് താനേ താപ്പോട്ടേക്ക് വരത്തില്ലേ? അപ്പോൾ അങ്ങനെ താനേ താപ്പോട്ടേക്ക് വരാതെ മാക്സിമം എത്ര ഇൻക്ലിനേഷൻ വരെ നമുക്ക് ഈ സർഫസിന് കൂട്ടാം. അപ്പോൾ ഈ കൂട്ടാൻ പറ്റുന്ന ആ മാക്സിമം ഇൻക്ലിനേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആംഗിൾ ഓഫ് റീപോസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ മാക്സിമം ഇൻക്ലിനേഷൻ ഓഫ് ദ പ്ലെയിൻ ഓൺ വിച്ച് എ ബോഡി ക്യാൻ റീപോസ് എന്ന് പറഞ്ഞാൽ ബോഡിക്ക് റിപ്പോസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്ലീപ്പ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഇൻക്ലിനേഷൻ വിത്തൗട്ട് അപ്ലൈയിങ് എനി എക്സ്റ്റേണൽ ഫോഴ്സ്. അതായത് വേറെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇവിടെ ഉണ്ടാകുന്നില്ല. ഇറ്റ്സ് ഓൺ വെയിറ്റ് മാത്രമേ അവിടെ ഉള്ളൂ. നമ്മൾ വേറെ ഫോഴ്സ് അപ്ലൈ ചെയ്ത് എത്ര വേണമെങ്കിൽ നമുക്ക് ഈ നമ്മൾ അവിടെ എന്ത് ചെയ്യിക്കാം? റിപ്പോസ് ചെയ്യിക്കാം. പക്ഷേ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാതെ ഒരു ബോഡിക്ക് ഒരു ഇൻക്ലിനേഷനിൽ ആ ഇൻക്ലിനേഷനിൽ എത്ര നേരം അവിടെ സ്റ്റഡി ആയിട്ടിരിക്കാൻ പറ്റും, അതിനെ നമ്മൾ എന്ത് വിളിക്കുന്ന? ആംഗിൾ ഓഫ് റീപോസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ദ മാക്സിമം inclination
of a plane on which a body can repose. അല്ലെങ്കിൽ നമുക്ക് അതിനെ നമ്മളൊന്ന് പറയാം sleep without applying external force. വിത്തൗട്ട് അപ്ലൈയിങ് എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സിന് അപ്ലൈ ആണ് അവിടെ വരുന്നത്. ഇനി ആംഗിൾ ഓഫ് റീപോസിന് നമുക്കൊരു എന്ത് വേണം, ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ വേണം, അല്ലെ ഒരു വാല്യൂ ഒക്കെ വേണം. അത് നമുക്കിതിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ സപ്പോസ് ഈ സാധനം താഴേക്ക് താപ്പോട്ടെ, ഇതിൻ്റെ ഇവിടെ ഫ്രിക്ഷൻ ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് എന്താ, നിങ്ങൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എവിടെ മാർക്ക് ചെയ്യും? നമുക്ക് തന്നെ അറിയാം സർഫസ് തമ്മിൽ കോൺടാക്ട് ഇരിക്കുന്ന സർഫസ് സ്ഥലത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് വരത്തുള്ളൂ. അപ്പോൾ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് മാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെയാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സർഫസ്, ഈ ബോഡിയുടെ സർഫസും ഈ ഒരു ഇൻക്ലൈൻഡ് സർഫസും തമ്മിലുള്ള കോൺടാക്റ്റ് ഇവിടെയാണ്. അപ്പോൾ ഇവിടെയായിരിക്കും ഫ്രിക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇനി ഫ്രിക്ഷൻ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ മുകളിലേക്ക് വരയ്ക്കൂ, താഴേക്ക് വരയ്ക്കൂ. ഈ ബോഡി മൂവ് ചെയ്യുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിരിക്കും ഫ്രിക്ഷൻ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. അത് നമുക്കറിയാലോ. അപ്പോൾ ഈ ബോഡി എങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനാണ് ചാൻസ്, ഇൻക്ലിനേഷൻ കൂടുന്നതനുസരിച്ച് താഴേക്ക് മൂവ് ചെയ്യാനാണ് ചാൻസ്. അപ്പോൾ ഫ്രിക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇതിന് എന്തായിട്ടായിരിക്കും, ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷനാണെന്ന് അറിയാം, ഇവിടെ ആക്ട് ചെയ്യുന്ന നോർമൽ റിയാക്ഷൻ RNന് പ്രൊപ്പോർഷനാണെന്നറിയാം. ആ ഫ്രിക്ഷൻ ഫോഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, F ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു RN ആണ്. അപ്പോൾ ഈ ഒരു ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് മ്യൂ ഇൻറ്റു എന്തെന്നും പറയാൻ പറ്റും, RN എന്നും പറയാൻ പറ്റും. ഇനി ഈ ഒരു സംഭവത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് W ആണ്. ഈ Wന് രണ്ട് കമ്പോണൻസ് ഞാൻ പറയാനായിട്ട് പോവാണ്. അപ്പോൾ ഒരു കമ്പോണൻ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഫസ്റ്റ് മോഡ്യൂൾ പഠിച്ചവർക്കറിയാം, ഞാൻ ഈ ഒരു സാധനം ആൽഫ ആണെങ്കിൽ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, ആൽഫ തന്നെയായിരിക്കും. ഞാൻ വീണ്ടും അത് എങ്ങനെ വന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല, കാര്യം ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ പ്രോബ്ലംസൊക്കെ ഒരുപാട് ചെയ്തതാണ്. അപ്പോൾ ഇതുപോലുള്ള ഇൻക്ലിനേഷൻസിലൊക്കെ വെച്ച് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു സാധനം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ ആൽഫയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് രണ്ട് കമ്പോണൻസ് എനിക്ക് പറയാൻ പറ്റും. ഇതെന്ന് പറയുന്ന ഈ ഒരു കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ W ഇൻറ്റു എന്തായിരിക്കും, സൈൻ ആൽഫ ആയിരിക്കും. കാര്യം ആൽഫ ചേർന്ന് നിൽക്കുന്നത് ഈ ഒരു ഇതുമായിട്ടായതുകൊണ്ട് അതതിൻ്റെ കോസ് കമ്പോണൻറ്റ് W ഇൻറ്റു എന്തായിരിക്കും, അത് കോസ് ആൽഫ ആയിരിക്കും. ഇത് W കോസ് ആൽഫ, ഇത് W എന്താണ്, സൈൻ ആൽഫ. ഈ രണ്ട് കാര്യങ്ങളായി. ഇനി ഇത് W കോസ് ആൽഫ, ഇത് W സൈൻ ആൽഫ ആയെങ്കിൽ എന്താണ് നമ്മളിവിടുത്തെ ലിമിറ്റിംഗ് കണ്ടീഷൻ? എന്താ, ഇത് മൂവ് ചെയ്യാതിരിക്കുന്നെങ്കിൽ നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0. Wനെ രണ്ട് കമ്പോണൻസ് ആക്കി, ഈ ഒരു കമ്പോണൻറ്റ്, ഈ ഒരു കമ്പോണൻറ്റ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഇതെന്ന് പറയുന്നത് X ആക്സിസ് ആയിട്ടും ഇതെന്ന് പറയുന്നത് Y ആക്സിസ് ആയിട്ടും എടുത്താൽ സിഗ്മ FX ഈക്വൽ ടു X ആക്സിസിന് അലോങ് ആയിട്ടുള്ള ഫോഴ്സിൻ്റെ സം എന്ന് പറയുന്നത് ഈക്വൽ ഓപ്പോസിറ്റ് ആവണം, അല്ലെങ്കിൽ സം എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആവണം. അഥവാ ഈ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഈക്വൽ ഓപ്പോസിറ്റ് ആയിട്ട് നെറ്റ് ഫോഴ്സ് എടുക്കുമ്പോഴത്തേക്ക് ഈക്വൽ ടു 0 കിട്ടണം. അപ്പോൾ നമുക്കിവിടെ പറയുന്നത് FX സിഗ്മ FX ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇതെടുത്തു കഴിഞ്ഞാൽ ഈ എക്സിന് അലോങ് ആയിട്ടുള്ള കമ്പോണൻറ്റ് ഒന്നെന്ന് പറയുന്നത് മ്യൂ ഇൻറ്റു RN ആണ്. മ്യൂ ഇൻറ്റു RN എന്ന് പറയുന്ന റൈറ്റ് സൈഡിലേക്ക് പോകുന്നു, അത് പോസിറ്റീവായിട്ട് എടുത്തു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ W സൈൻ ആൽഫയാണ്. അപ്പോൾ ഇതാണ് ആരോ എങ്കിൽ ഇതിൻ്റെ ആരോ ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ എന്താണ്, മൈനസ് W എന്താണ് കിട്ടും, സൈൻ ആൽഫ എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതാ ഇങ്ങോട്ടേക്ക് പോകുന്നത് പ്ലസ് എടുത്തുകൊണ്ട് തിരിച്ചു വരുന്നത് എന്ത് വന്നു, മൈനസ് വന്നു. ഇവിടെ നിന്ന് നമുക്ക് മ്യൂ ഇൻറ്റു RN ഈസ് ഈക്വൽ ടു നമുക്ക് പ്ലസ് W എന്തെന്ന് കിട്ടും, സൈൻ ആൽഫ എന്ന് പറയുന്ന സാധനം കിട്ടും. അതവിടെ കിട്ടി. ഇനി രണ്ടാമത്തത് സിഗ്മ FY ഈസ് ഈക്വൽ ടു 0. ഇതൊക്കെ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചതാണ്, ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല എങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് RN. അപ്പോൾ RN എന്ന് പറയുന്ന മുകളിലേക്കുള്ളത് പോസിറ്റീവ് എടുത്തു, താഴേക്ക് വരുന്ന ഇതെന്ന് പറയുന്നത് നമ്മൾ ഇതിനെ ഇങ്ങോട്ടേക്ക് റിസോൾവ് ചെയ്യുമ്പോൾ ആരോ താഴേക്കാണ്. അപ്പോൾ W ഇൻറ്റു കോസ് ആൽഫ എന്ന് പറയുന്നത് താപ്പോട്ട് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇവിടെ നിന്ന് RN ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, W ഇൻറ്റു കോസ് ആൽഫ എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ 1 എന്നും ഇത് ഇക്വേഷൻ നമ്പർ 2 എന്നും എടുത്തു കഴിഞ്ഞാൽ സൈൻ ആൽഫ ബൈ കോസ് ആൽഫ ടാൻ ആൽഫ. ഓക്കെ, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടെ നിന്ന് മ്യൂ RNൻ്റെ വാല്യൂ അതും കിട്ടിയല്ലോ. ഇനി ഇവിടെ RN ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്താലും മതി, ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താലും മതി. ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പം ഞാൻ പറയുന്നു 1 ഡിവൈഡ് ബൈ 2 ചെയ്യുവാണ്. 1 ഡിവൈഡ് ബൈ 2 ചെയ്യുവാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. അതായത് മ്യൂ ഇൻറ്റു RN ഡിവൈഡ് ബൈ ഇവിടെ എന്താണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താണ് RN കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു ഇതെന്ത് കിട്ടും, W ഇൻറ്റു സൈൻ ആൽഫ ഡിവൈഡ് ബൈ W ഇൻറ്റു എന്തെന്ന് കിട്ടും, കോസ് ആൽഫ എന്ന് കിട്ടും. Wയും വെട്ടിപ്പോയി, എന്താണ് RN വെട്ടിപ്പോയി. ദാറ്റ് ഈസ് മ്യൂ ഈസ് ഈക്വൽ ടു സൈൻ ആൽഫ ബൈ കോസ് ആൽഫ നമുക്ക് എന്തെന്നറിയാം,
ടാൻ ആൽഫ എന്നറിയാം. അപ്പോൾ വേറൊരു റിലേഷനും കൂടെ കിട്ടിയില്ലേ? ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്താൽ മതി? ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്താൽ മതി? ടാൻ ആൽഫ, ടാൻ ഓഫ് ദാറ്റ് ആൽഫ വിൽ ബി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? മ്യൂ എന്ന് പറയുന്ന സാധനം കിട്ടും. അപ്പോൾ ടാൻ ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് മ്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ മ്യൂ ഈസ് ഈക്വൽ ടു നമ്മൾ ഓൾറെഡി എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. മ്യൂ ഈസ് ഈക്വൽ ടു എന്തെന്ന് പഠിച്ചിട്ടുണ്ട്? ടാൻ ഫൈ എന്ന് പഠിച്ചിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ മ്യൂ ഈസ് ഈക്വൽ ടു ഇവിടെ എന്താ? ടാൻ ആൽഫ എന്ന് പഠിച്ചില്ലേ? അപ്പോൾ ഫ്രം ഇക്വേഷൻ നമ്പർ എ ആൻഡ് ഇക്വേഷൻ നമ്പർ ബി, അതായത് ഫ്രം ഇക്വേഷൻ എ ആൻഡ് ഇക്വേഷൻ ബി, ഫ്രം എന്താണ് നമുക്ക് പറയാൻ പറ്റും? ഫ്രം എ ആൻഡ് എന്താണ് ബി നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിൻ്റെ രണ്ട് മ്യൂ രണ്ട് സ്ഥലത്ത്. അപ്പോൾ ടാൻ ഫൈയും എന്ത് ഈക്വലാണ്? ടാൻ ആൽഫ ഈക്വലാണ് എന്ന് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് എന്താണ്? ടാൻ ഫൈ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? ടാൻ ആൽഫ എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഫൈ ഈക്വൽ ടു എന്തായേ പറ്റൂ? ആൽഫ ആയേ പറ്റത്തുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പോകുമ്പോഴത്തേക്ക് മിക്കപ്പോഴും ക്വസ്റ്റ്യൻ കിട്ടാൻ കൊള്ളാവുന്ന ഒരു പോർഷനാണ് ഞാൻ ഈ പറഞ്ഞു നിർത്തിയത്, ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പം ആംഗിൾ ഓഫ് ഫ്രിക്ഷനും ആംഗിൾ ഓഫ് റീപോസും വെച്ചിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യാനായിട്ട് പറ്റും?